ഹലോ എവ്രി വൺ. നമ്മുടെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഗമ്മീസ് ആണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ നെല്ലിക്കയാണ്, അതായത് ഗൂസ്ബെറി റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. അത് നമ്മുടെ ഡൈജഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിന് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും വളരെ എഫക്റ്റീവാണ്. ആദ്യമായിട്ട് 1 കപ്പ് കുരു കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ നമ്മുടെ നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായി അരച്ചെടുത്ത് അതേ അളവിൽ ജാഗരി പൗഡറും കൂടി ആഡ് ചെയ്ത് രണ്ടും നന്നായി ഒന്ന് മിക്സ് ആവുന്നത് വരെ ചെറു തീയിൽ വെച്ച് ഇളക്കിയെടുക്കുക. ഏകദേശം 2-3 മിനിറ്റ് ഇതിനെടുക്കും. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ജാഗരി ഒരു നാച്ചുറൽ സ്വീറ്റ്നറാണ്. അതുപോലെ തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അളവും ഇതിലുണ്ട്. ഇതുപോലെ ചെറുതായി ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ ഏതൊരു മോൾഡാണ് എടുക്കുന്നത് ആ മോൾഡ് ഇപ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം 1.5 ടീസ്പൂൺ അഗാർ എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു ചെറിയ ബോയിലിംഗ് സ്റ്റേജ് എത്തുമ്പോൾ തീ ഓഫ് ചെയ്ത് ഈ ഒരു അഗാർ മിക്സ് നമ്മൾ നെല്ലിക്കയും ജാഗരിയും കൂടിയിട്ടുള്ള മിക്സിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. അഗാർ എല്ലാവിടെയും എത്തണം. അതിനുശേഷം ഒരു ചെറിയ ബബിൾസ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അഗാർ എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ജെല്ലിങ് ഏജൻ്റ് ആണ്. ഇതിൽ നല്ല ഫൈബർ കണ്ടൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന 3 ഇൻഗ്രീഡിയൻസും നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞാൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ജെല്ലീസ് എന്ന് പറയുന്നത്. ഇനി അതിനെ മോൾഡിൽ ഒഴിച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഗമ്മീസ് ഇവിടെ റെഡിയാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെയുള്ള ഷേപ്സിൽ ഉണ്ടാക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ബൈ.